ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് ഡോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബില്യണേഴ്സ് സീക്രട്ട് ടു ബിക്കമിങ് റിച്ച്. അതായത് നമ്മളുടെ ലോകത്ത് ഒരുപാട് പണം സമ്പാദിച്ച ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അല്ലേ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ആളുടെ പേരാണ് ഇലോൺ മസ്ക്. ഓക്കെ, ഇലോൺ മസ്കിൻ്റെ ആസ്തി എന്ന് പറയുന്നത് അത് ജസ്റ്റ് നിങ്ങൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിത്തരിച്ചു പോകും. ഓക്കെ, അത്രയും വലിയൊരു ആസ്തിയാണ് അദ്ദേഹത്തിനുള്ളത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആസ്തിയേക്കാളും ഒരുപാട് താഴെയാണ് ലോകത്തിലെ രണ്ടാമത്തെ കോടീശ്വരൻ്റെ ആസ്തി ഉള്ളത്. അങ്ങനെ പോകുന്ന ഈ ബില്യണേഴ്സ് ലിസ്റ്റിൽ വളരെ ചെറിയ നമ്പർ ആളുകൾ മാത്രമേ എത്തുന്നുള്ളൂ അല്ലേ. എന്താണ് കാരണം? അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോ കാണുക. ഒരുപാട് ബില്യണേഴ്സ് ഫോളോ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീനിലുള്ള കാര്യങ്ങൾ, അതും അല്ലെങ്കിൽ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരെങ്ങനെയാണ് അവരുടെ ബിസിനസ്സിനെ കാണുന്നത്, അവരെങ്ങനെയുള്ള തിങ്കേഴ്സാണ് എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറയുകയാണ്, വീഡിയോ കുറച്ച് നന്നായിട്ടുള്ള ലെങ്തി വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഇൻസൈറ്റ്സ് പകർന്നു തരുന്ന വീഡിയോ ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, നമ്മളിവിടെ സംസാരിക്കുന്നത് ബില്യണേഴ്സ് സീക്രട്ട് ടു ബിക്കമിങ് റിച്ച്, ഇൻസൈറ്റ്സ് ആൻഡ് ഹാബിറ്റ് ഓഫ് ദി അൾട്രാ വെൽത്തി. ഓക്കെ, അതായത് ചെറിയ വെൽത്ത് അല്ല, 10,000-10,000 കോടിയുടെ ആസ്തിയുള്ള ആളുകളുടെ അല്ല നമ്മൾ പറയുന്നത്, ലക്ഷം കോടി ആസ്തിയുള്ള ആൾക്കാരുടെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ആരാണ് ഇദ്ദേഹം എന്ന് അല്ലേ. ഇൻവെസ്റ്റിങ്ങിന്റെ ഗുരു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോകത്ത് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരുപാട് ആളുകൾ പണക്കാരായത് എങ്ങനെയാണ്? അവരൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സർവീസ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ബിൽ ഗേറ്റ്സ് ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഫൗണ്ടർ ആയിരുന്നു അല്ലേ. ഒരു നൂതനമായിട്ടുള്ള ഒരു സംഭവമാണ് അവർ കൊണ്ടുവന്നത്. അതേസമയം നമ്മുടെ മാർക്ക് സക്കർബർഗ്, ഫേസ്ബുക്കിൻ്റെ മുതലാളി, ഇപ്പം മെറ്റ എന്നറിയപ്പെടുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ മുതലാളി, അതിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ആര് നമ്മുടെ മാർക്ക് സക്കർബർഗ്, അവരൊക്കെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു സർവീസ് സെക്ടറിൽ കൊണ്ടുവന്നു. അതേപോലെ നമ്മൾ ലോകത്തിലെ വലിയ വലിയ കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അവരൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അതിനെ മാർക്കറ്റ് ചെയ്തിട്ടാണ് ലോകത്തിലെ വളരെ വലിയ വെൽത്തി ആയിട്ടുള്ള ആളുകളായിട്ട് മാറിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ വാറൻ ബഫറ്റ് എന്ന് പറയുന്ന ആള് ഇങ്ങനെ ഒരു നൂതനമായിട്ടുള്ള ഒരു ഐഡിയയോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പണം ഏർലി സ്റ്റേജിൽ നല്ല നല്ല കമ്പനീസ്, ഈ ഇന്നോവേറ്റീവ് ടെക്നോളജി ഫോളോ ചെയ്യുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആ ടൈമിലുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വെൽത്ത് കോർപ്പസ് ബിൽഡ് ചെയ്തത്. ഓക്കെ, വളരെ വലിയ ആസ്തിയുള്ള മനുഷ്യനാണ് ഇദ്ദേഹം. 13 ലക്ഷം കോടിയിലധികം രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം സ്വത്തിൻ്റെ, അതായത് ടോട്ടൽ നെറ്റ് വർത്തിൻ്റെ 99.9% ഡൊണേഷന് വേണ്ടിയിട്ടാണ് ഇപ്പം എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, 3 വളരെ ഹൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടാണുള്ളത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്ത് 99% വീതിച്ചു വെച്ചു. 99% ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തു. 1% മാത്രമേ അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അവർക്കും കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, വാട്ട് ക്യാൻ വി ലേൺ ഫ്രം ദി വേൾഡ്സ് വെൽത്തിയസ്റ്റ്? അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള പല ആളുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ പല ആളുകളിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇലോൺ മസ്കിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലേ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബില്യണേഴ്സ് സക്സസ് നോട്ട് ജസ്റ്റ് ലക്ക് ബട്ട് ഹാബിറ്റ്സ്, ഡിസിഷൻ ആൻഡ് മൈൻഡ് സെറ്റ്. അതായത് ജസ്റ്റ് ഒരു ഭാഗ്യം, ലക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവർ വലിയൊരു കോടീശ്വരന്മാരായിട്ടുള്ളത്. ഇപ്പം നമുക്ക് നമ്മളുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ കേരളത്തിലൊക്കെ എടുത്ത് നോക്കിയാൽ ഇപ്പം പല ആളുകളും ലോട്ടറി അടിക്കുന്നതല്ലേ. ലോട്ടറി അടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ 25 കോടി അടിച്ച ഒരാൾ ഇപ്പോൾ 10-12 കോടി അവർക്ക് ടാക്സ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ കയ്യിൽ കിട്ടും. എന്നിട്ട് പോലും ഇവർ 3, 4, 5, 6 വർഷം കഴിയുമ്പോൾ പല ആളുകളും ദാരിദ്ര്യത്തിന്റെ വക്കിൽ വീണ്ടും പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമ്മൾ ലക്ക് അടിച്ചത് കൊണ്ടല്ല ഇവരൊക്കെ എന്താ പറയുക വലിയൊരു കോടീശ്വരന്മാരായത്, ഈ ഇലോൺ മസ്കും വാറൻ ബഫറ്റും പോലെയുള്ള ആളുകളൊന്നും. ബട്ട് എന്താണ് അവരുടെ ഹാബിറ്റ്സ്, അവരുടെ ഡിസിഷൻ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ മാനസികാവസ്ഥ. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്, നമ്മളുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം തന്നെ പറയുന്നത് എന്താണ്? ഷെയർ ആക്ഷണബിൾ സ്ട്രാറ്റജീസ് ഫോർ ഫൈനാൻഷ്യൽ ഗ്രോത്ത്.
അതായത് ഇവരിൽ നിന്ന്, ഈ ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരോളം നിങ്ങൾക്ക് നെറ്റ് വർത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും നിങ്ങൾക്കും നല്ലൊരു വെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, വൈ ഇറ്റ് മാറ്റേഴ്സ്. ലേണിംഗ് ഫ്രം ദോസ് ഹൂ സക്സീഡഡ് ക്യാൻ സേവ് ടൈം ആൻഡ് എഫേർട്ട്. ഇനി കോമൺ ട്രേഡ്സ് ഉണ്ട്, കുറച്ച് സ്വഭാവങ്ങളുണ്ട് അവരുടെ. ബോൾഡ് വിഷൻ, പേഷ്യൻസ് ആൻഡ് ഇന്നോവേഷൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നോവേഷൻ, ഒരു നൂതനപരമായിട്ടുള്ള ഒരു ചിന്താഗതിക്കാരായിരിക്കും അവർ. ഓക്കെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ബോൾഡ്, ബ്രേവ് ആയിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാകും, ഒരു കാഴ്ചപ്പാടുണ്ടാകും. പിന്നെ ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട നമ്പർ 1 സാധനമാണ് ക്ഷമ, പേഷ്യൻസ്. ഇനി ഡൈവ് ഡീപ്പ് ഇൻ ടു ഹാബിറ്റ്സ് ദാറ്റ് മേഡ് ദം ബില്യണിയേഴ്സ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് തന്നെ തിങ്ക് ബിഗ് ആൻഡ് സെറ്റ് ബോൾഡ് ഗോൾസ്. ഓക്കെ, വളരെ വലിയ രീതിയിൽ ചിന്തിക്കുക, വളരെ സെറ്റായിട്ടുള്ള ഒരു നല്ലൊരു ബോൾഡ് ആയിട്ടുള്ളൊരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, അല്ലേ. ബില്യണേഴ്സ് എൻവിഷൻ സൊല്യൂഷൻസ് ഓൺ എ മാസീവ് സ്കെയിൽ. അതായത് ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇപ്പം ഒരു ചെറിയൊരു സ്കെയിലിൽ ആളുകളെ ആയിട്ട് എന്താ പറയുക, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമ്മളുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലുള്ള ആ ഓണറിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ആ ചുറ്റുവട്ടത്തിലെ ആളുകൾക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കും അവർ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുണ്ടാവും, അല്ലേ. ആ ഒരു പ്രദേശത്തുള്ള വരുമാനം കണക്കാക്കിയിട്ടായിരിക്കും. പക്ഷേങ്കിൽ ഈ വലിയ വലിയ ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക? വളരെ വലിയ മാസീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണും. ഇപ്പം നമ്മളുടെ മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്ക് കണ്ടുപിടിക്കുമ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബാരിയർ ഉണ്ടായിരുന്നു, അല്ലേ. ആർക്കും എവിടെ നിന്നും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം അദ്ദേഹം കൊണ്ടുവന്നു. അത് വളരെ വലിയ മാസീവായിട്ടുള്ള സ്കെയിലാണ്, മാസീവ് ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അതുവഴി അതിനുശേഷം അദ്ദേഹത്തിന്റെ IPO ഒക്കെ ലിസ്റ്റ് ചെയ്യുമ്പം വളരെ വലിയൊരു ട്രാക്ഷൻ അദ്ദേഹത്തിന് കിട്ടി, അതായത് അദ്ദേഹത്തിന്റെ കമ്പനിക്ക് കിട്ടി. പിന്നീട് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി, അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇലോൺ മസ്ക് എന്താ കൊണ്ടുവന്നത്? ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ടെസ്ല എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നു. അതുപോലെ തന്നെ സ്പേസ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ആശയം കൊണ്ടുവന്നു, അല്ലേ. ഇതൊക്കെയാണ് ഇവരെ വളരെ വലിയൊരു ബില്യണിയേഴ്സ് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിച്ചത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെറ്റ് ക്ലിയർ ഗോൾസ്. ദ ഡിഫൈൻ സ്പെസിഫിക് ഔട്ട്കംസ് ആൻഡ് വർക്ക് ടുവാർഡ് ദം. അതായത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഗോൾ അവർ നേരത്തെ ഡിസൈഡ് വെച്ചിരിക്കുന്നുണ്ടാവും, അല്ലേ. അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും. അതിനെയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താണ്? കോൺഫിഡൻസ് ആൻഡ് പെർസിസ്റ്റൻസ് ഇൻ പെർസ്യൂയിങ് ഗോൾസ്. അതായത് സെൽഫ് ഡബ്റ്റ്, അതായത് കോൺഫിഡൻസ്, വളരെ ആത്മവിശ്വാസമുള്ള ഒരാളായിരിക്കും അവർ. അതുപോലെ തന്നെ പെർസിസ്റ്റൻസ്, നിരന്തരമായിട്ട് അവർ പ്രയത്നിക്കും അവരുടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. പല ജീവിതത്തിൽ വിജയിക്കാത്ത ആളുകളെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവരുടെ ജീവിതത്തിൽ വിജയിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിലൊന്ന് അവർക്ക് എന്താ പറയുക, ഒരു പെർസിസ്റ്റൻസ് ഉണ്ടാവില്ല, അല്ലേ. നമ്മളുടെ ഒരു വർക്കിനോട് ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് അവരിൽ തന്നെ വിശ്വാസം ഇല്ലാതെയും ആയി പോകാറുണ്ട് പലപ്പോഴായിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്, ജെഫ് ബെസോസിന്റെ ആമസോൺ, ഗ്ലോബൽ റീച്ച്. ആമസോണൊക്കെ എത്ര നല്ല ആശയമായിരുന്നല്ലേ ആമസോണൊക്കെ. അതായത് ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ആമസോണിൽ അദ്ദേഹം ഒരു ബുക്ക് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ അതിലുണ്ടായ ഒരു ഇൻട്രിക്കസീസ്, അല്ലെങ്കിൽ ബുക്ക് വാങ്ങിക്കുമ്പോൾ ഉണ്ടായ ഒരു തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നു, ബുക്ക് സെല് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുന്നു. പിന്നീട് അതിൻ്റെ ഒരു ആശയം വെച്ചിട്ട് തന്നെ പല പ്രോഡക്ട്സും ഇപ്പം ആമസോണിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്തതായിട്ട് ഒരു പ്രോഡക്റ്റും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പല വെഹിക്കിൾസ് പോലും, ഇലക്ട്രിക് സ്കൂട്ടി പോലും നിങ്ങൾക്കിപ്പം ആമസോണിലൂടെ വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, അല്ലേ. അതൊക്കെയാണ് ഗ്ലോബൽ റീച്ചിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ടേക്ക് അവേ സെറ്റ് ഗോൾസ് ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ ടു പുഷ് യുവർ സെൽഫ് ഫർദർ. ഓക്കെ, രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രിയോറിറ്റൈസ് ഫിനാൻഷ്യൽ ലിറ്ററസി. അതായത് ഫിനാൻഷ്യൽ ലിറ്ററസിനെ കൂടുതലായിട്ട് നിങ്ങൾ പ്രിയോറിറ്റൈസ് ചെയ്യണം. അതായത് മണി എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. നോളജ് ഓഫ് പേഴ്സണൽ ഫിനാൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ്? സ്റ്റേ ഇൻഫോംഡ് ഓൺ മാർക്കറ്റ് ട്രെൻഡ്സ് ആൻഡ് എക്കണോമിക് പോളിസീസ്. അതായത് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എങ്ങോട്ടാണെന്നുള്ള കാര്യം അവർ കൃത്യമായിട്ടും അറിയാമായിരിക്കും. ഇപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല കേസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ. NVIDIA ഒക്കെ വളരെ ശക്തമായിട്ട് ഉയർന്നു പോകുന്നുണ്ട്. NVIDIA എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് ഒക്കെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഇപ്പോൾ പല കമ്പനീസും, ഇപ്പോൾ പല ടോപ്പ് 10 നിൽക്കുന്ന പല കമ്പനീസും AI-നെ കൃത്യമായിട്ടും എന്താ പറയുക യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ യാതൊരു കാരണവശാലും അവരുടെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ChatGPT എന്ന് പറയുന്നൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈം പീരീഡിൽ ഗൂഗിൾ വരെ നിർബന്ധിതരായി ഒരു ജെമിനി എന്ന പേരിൽ അവർക്കും ഒരു
ChatGPT ലൈക്ക് ഒരു സാധനം വേണമെന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയർ കംപ്ലീറ്റ് ആയിട്ടും എന്താ പറയുക കുറഞ്ഞു വരും. സോ ഫൈനാൻഷ്യൽ ലിറ്ററസി പോലെയുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസിനെയൊക്കെ ശക്തമായിട്ടും അവർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റീഡിങ്, ടേക്കിംഗ് കോഴ്സസ്, അറ്റൻഡിങ് സെമിനാർസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി? ഇപ്പോൾ വാരൻ ബഫറ്റിൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഓരോ ദിവസവും ഒരുപാട് പേജ്, 1000-ലധികം പേജ് അല്ലെങ്കിൽ 600-ലധികം പേജൊക്കെയാണ് അവർ ആനുവൽ റിപ്പോർട്ട് വായിക്കുന്നത് അല്ലേ. ആനുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ കിട്ടാൻ പറ്റുന്ന സംഭവമാണ്. വർഷാവർഷം പബ്ലിക്കലി ലിസ്റ്റ് ചെയ്ത കമ്പനീസ് ഇറക്കുന്ന ഒരു സംഭവമാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി ഈസ് ഫൗണ്ടേഷണൽ ടു മേക്കിംഗ് സ്മാർട്ട് മണി ചോയ്സസ്. പിന്നെ എന്താണ് ഡെവലപ്പ് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ്. മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഓൾറെഡി പല ഏരിയാസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ പാസീവ് ഇൻകത്തിനെ പറ്റിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയി ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാകും. നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. സ്പ്രെഡ് റിസ്ക് അക്രോസ് മൾട്ടിപ്പിൾ സോഴ്സസ്. ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് ആൻഡ് ബോണ്ട്സ്, real estate holdings, business and royalties. Okay, takeaways. Aim to build at least 3 streams of income. അതായത് മിനിമം ഒരു നിങ്ങൾ 3 streams ഓഫ് ഇൻകം എങ്കിലും ബിൽഡ് ചെയ്യുക അല്ലേ. നിങ്ങളുടെ സാലറിക്ക് പുറമെ നിങ്ങൾക്ക് റോയൽറ്റി ഇനത്തിലും, അതായത് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് റോയൽറ്റി ഇനത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെൻ്റൽ ബിൽഡിങ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് അതിന് റെൻറ്റ് കൊടുത്തിട്ട് ഉണ്ടാക്കാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സെല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ്. ഡിസിപ്ലിനും പേഷ്യൻസും എന്താണെന്ന് ശക്തമായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. തീർച്ചയായിട്ടും ഇതും നിങ്ങൾ വായിച്ചു നോക്കണം. കാര്യം ഡിസിപ്ലിനും പേഷ്യൻസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മേഖലയിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല അല്ലേ. ഡിസിപ്ലിൻ്റെ ട്രേഡർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡിസിപ്ലിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ട്രേഡറിന് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. അവോയ്ഡ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വേണമെന്ന് പറയുന്നത് വളരെ തെറ്റായ തീരുമാനമാണ്. ഓക്കെ, അങ്ങനെ വേണമെന്ന് പറയുന്നവരൊന്നും ജീവിതത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ എന്താണ് കൺസിസ്റ്റൻസി. സ്ഥിരമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ആക്ഷൻസ് ആഡ് അപ് ടു ലോങ് ടേം സക്സസ്. നിങ്ങളുടെ ദീർഘകാല വിജയത്തിന് ഡെയിലി നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. പേഷ്യൻസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് നമ്മുടെ വാരൻ ബഫറ്റിൻ്റെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് വർഷം ഹോൾഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. സോ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പേഷ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അല്ലേ. പിന്നെ ഇതാണ് കൺട്രോൾ സ്പെൻഡിങ്. ലീവ് ബിലോ മീൻസ് ഇനീഷ്യലി ടു ഇൻവെസ്റ്റ് മോർ. അതായത് കൺട്രോൾ സ്പെൻഡിങ് എന്ന് വെച്ചാൽ ലീവ് ബിലോ മീൻസ് അതായത് നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ആ വരുമാനത്തിനെക്കാട്ടും കൂടുതൽ യാതൊരു കാരണവശാലും ചിലവാക്കാൻ പാടില്ല. അതിൻ്റെ താഴെ മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ അല്ലേ. അത് ചിലവാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള തുക നിങ്ങൾ കാര്യമായ രീതിയിൽ നിങ്ങൾ പല അസറ്റ് ക്ലാസ്സിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് അതിനർത്ഥം. സ്മോൾ ഡെയിലി ആക്ഷൻസ് ആൻഡ് പേഷ്യൻസ് ലീഡ് ടു കമ്പൗണ്ട് ഗ്രോത്ത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഒരു സംഭവം ലിവറേജ് ആൻഡ് സ്കെയിൽ. ലിവറേജ് അതേഴ്സ് ടൈം ആൻഡ് സ്കിൽ. ബില്യണേഴ്സ് ഡെലിഗേറ്റ് ടു എക്സ്പാൻഡ് ദർ റീച്ച്. അതായത് പല ബില്യണേഴ്സ് ആയ ആളുകൾ അല്ലെങ്കിൽ പല ബിസിനസ് ഓണേഴ്സ് എന്താണ് ചെയ്യുന്നത്, അവരുടെ കോർ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേങ്കിൽ ഇവരുടെ ബിസിനസ് നല്ല സ്ട്രോങ് ആയിട്ട് റൺ ചെയ്യിക്കുന്നവരാണ് ഇവർ എംപ്ലോയി, അതായത് ഇവർ അധികാരപ്പെടുത്തിയ ഇവരുടെ ജോലിക്കാരല്ലേ. അതാണ് മറ്റുള്ളവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ സമയം ലെവറേജ് ചെയ്തുകൊണ്ട് അവർ പണം സമ്പാദിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പലരും കോളേജും അതുപോലെ തന്നെ പല ഡിഗ്രീസും ഒക്കെ നേടിയിട്ട് നിങ്ങൾ പല ഏരിയയിലും നല്ല ജോലി മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ലേ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ്. നിങ്ങൾ ഏത് കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത് ആ കമ്പനിയാണ് അതിൻ്റെ മാക്സിമം ബെനഫിറ്റ് ഊറ്റിയെടുക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പം 10-20% മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലേ. പിന്നെ ഇതാണ് ഇവർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഔട്ട്സോഴ്സ് നോൺ ക്രിട്ടിക്കൽ ടാസ്ക്, ഫോക്കസ് ഓൺ ഹൈ വാല്യൂ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു കമ്പനിയുടെ മറ്റൊരു ബിസിനസ് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഓണേഴ്സൊക്കെ കാര്യമായ രീതിയിൽ ബിസിനസ്സിൽ ഇൻവോൾവ്ഡ് ആവുന്നത്. അല്ലാതെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒന്നും അവർ കാര്യമായ രീതിയിൽ നോക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ. ഇപ്പം മുകേഷ് അംബാനിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എലോൺ മസ്കിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും അവരൊന്നും യാതൊരു രീതിയിലുള്ള വർക്ക് ഇപ്പം ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ എംപ്ലോയീസ് ആണ് പല വർക്കുകളും ശക്തമായ രീതിയിൽ ചെയ്തിട്ട് അവരുടെ ഷെയർ പ്രൈസ് കൂട്ടുന്നതും അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് കൂട്ടിക്കൊടുക്കുന്നതും എല്ലാം അവർ തന്നെയാണ് അല്ലേ. പിന്നെ ടെക്നോളജി, ഓട്ടോമേഷൻ ക്യാൻ സേവ് ടൈം ആൻഡ് റെഡ്യൂസ് എറേഴ്സ്. ഇപ്പോൾ പല ടെക്നോളജീസും വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അതിനൊക്കെ മാക്സിമം ലെവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോർ എക്സ്പെർട്ടൈസ് ആൻഡ് റിസോഴ്സസ്. വളരെ തന്ത്രപരമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മാത്രമേ ഇവർ ചെയ്യാറുള്ളൂ അല്ലേ. പല ബന്ധങ്ങളും ഇവർ ഉണ്ടാക്കുന്നത് തന്നെ ഇവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്കെയിലിംഗ് അപ്പ് റിക്വയർസ് എഫക്റ്റീവ് യൂസ് ഓഫ് പീപ്പിൾ ആൻഡ് സിസ്റ്റം. അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നെറ്റ്വർക്ക് സ്ട്രാറ്റജിക്കലി.
ബിൽഡ് കണക്ഷൻ വിത്ത് പർപ്പസ്. അതായത് നിങ്ങളൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങളൊരു അതായത് ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം നമ്മൾക്ക് നേരത്തെ കണ്ടു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടു അല്ലേ, ഇപ്പം നമ്മുടെ മുകേഷ് അംബാനി അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് പല ആളുകളെയും വിളിച്ചു. ലോകത്തിൽ തന്നെ വളരെ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ബിൽ ഗേറ്റ്സിനെ, മാർക്ക് സക്കർബർഗിനെ ഇവരൊക്കെ വിളിച്ചു. അപ്പോൾ ഇവരൊക്കെ വിളിച്ച പാട് തന്നെ വരണ്ടിക്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഇവരൊക്കെ ആയിട്ട് ഈ മുകേഷ് അംബാനിക്ക് നല്ല ശക്തമായിട്ടുള്ള ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പം ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 45,000 കോടിയിലധികം രൂപയാണ് ഫേസ്ബുക്ക് ജിയോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഈ കമ്പനിയിൽ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താ പറയുന്നത്, സീക്ക് മെൻറ്റർഷിപ്പ്, ലേൺ ഫ്രം ദോസ് മോർ എക്സ്പീരിയൻസ്ഡ്. അതായത് ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അവർക്ക് ഒരുപാട് പണമുണ്ട്, ഒരുപാട് അഹംഭാവം അവർക്ക് വേണമെങ്കിൽ കാണിക്കാം, പക്ഷേങ്കിൽ അവരങ്ങനെ ചെയ്യില്ല അല്ലേ. അവരുടെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ് അവർ കൂടുതലായിട്ടുള്ള ആളുകളിൽ നിന്ന്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഹെൽപ്പ് അതേഴ്സ്, ബിൽഡിംഗ് ട്രസ്റ്റ്, ഓപ്പൺ ഡോർസ് ഫോർ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ്. മറ്റ് പല ആളുകളെയും നമുക്ക് സഹായിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. പിന്നെ എന്താ പറയുന്നത്, അറ്റൻഡ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്, കോൺഫറൻസസ്, സെമിനാർ ആൻഡ് ഗ്രൂപ്പ്സ്, ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എ സ്ട്രോങ് നെറ്റ്വർക്ക് ഈസ് ഇൻവാല്യുബിൾ ഫോർ സപ്പോർട്ട് ആൻഡ് ഗ്രോത്ത്. അടുത്തെന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാൽക്കുലേറ്റഡ് റിസ്ക്. അതായത് ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് മാത്രമേ അവർ എടുക്കാറുള്ളൂ അല്ലെ. റിസ്ക് അനാലിസിസ്, ബില്യണേഴ്സ് വെയ് പൊട്ടൻഷ്യൽ റിവാർഡ്സ് വേഴ്സസ് റിസ്ക്. അതായത് ഒരു റിസ്ക് എടുത്താൽ എത്ര റിവാർഡ് കിട്ടും എന്നുള്ള കാര്യമൊക്കെ അവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. ഇൻവെസ്റ്റ് ഇൻ ഇന്നോവേഷൻ, ഏർലി ടെക് അഡോപ്ഷൻ ഓഫൺ ബ്രിങ്സ് ഹയർ റിട്ടേൺസ്. അതായത് ഇന്നോവേഷനും മറ്റു പല കാര്യങ്ങളും ഒരു ഇതിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനെ ഏറ്റവും ആദ്യം നോക്കിയിരിക്കും. അവരായിരിക്കും ഏറ്റവും ആദ്യം അതിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പ്ലാൻ ഫോർ, ഇപ്പം നമ്മൾ AI ഓട്ടോമേഷനൊക്കെ വന്നപ്പോൾ തന്നെ പല ബിസിനസ്സും, പല ലോകത്തിലുള്ള വളരെ ശക്തമായിട്ട് നിൽക്കുന്ന പല ബിസിനസ്സും AIനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്ലാൻ ഫോർ ഫെയിലിയർ, അതായത് ചില പ്രശ്നങ്ങളിൽ അവർ വിചാരിച്ച പോലെയെല്ലാം നടന്നെന്ന് വരില്ല. സോ അവർ ഫെയിൽ ആയാലും പോലും അവർക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് പറയുന്നത്, ഒൺലി ആഫ്റ്റർ തറോ അനാലിസിസ് ടേക്ക് ആക്ഷൻ ഓൺ വെൽ റിസർച്ച്ഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നല്ല അവസരം, അതായത് ബെസ്റ്റ് അവസരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അവർ അതിൽ നിക്ഷേപിക്കും, ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് വന്നാലും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ബില്യണേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്, ഫോക്കസ് ഓൺ വാല്യൂ ക്രിയേഷൻ, പ്രോബ്ലം സോൾവിംഗ് ഫോക്കസസ്. മെനി ബില്യണേഴ്സ് ബിസിനസ് അഡ്രസ് ഗ്ലോബൽ ഇഷ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ കേസിലായാലും അല്ലെങ്കിൽ നമ്മുടെ ആമസോണിൻ്റെ കേസിലായാലും ഒരു വലിയൊരു ക്രൗഡിനുള്ള ഒരു സൊല്യൂഷനാണ് അവർ ബിൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതിനുള്ള ബിസിനസ്സാണ്, അതിൽ നിന്നാണ് അവർ ബിസിനസ് ബിൽഡ് ചെയ്തതും വളരെ വലിയ റിട്ടേൺസ് അതിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നതും. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ആഡ് കൺവീനിയൻസ്, സേഫ് ടൈംസ്, ഇംപ്രൂവ്സ് ലൈഫ്, പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഇന്നോവേഷൻ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ സെൻട്രിക്, ലിസണിങ് ടു ആൻഡ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമറുടെ നീഡ്സ് എന്താണെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ എടുക്കുക, ആമസോൺ എന്ന് പറയുന്ന ആമസോൺ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കുന്ന കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ആമസോണിൽ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനം ആമസോൺ കമ്പനിയിൽ എടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ചെയർ കസ്റ്റമേഴ്സ് ആണ് അതിൽ ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും അവർ വലിയ ബോർഡ് ഡിസിഷൻ ഒക്കെ എടുക്കുന്നുണ്ടാവുക. സോ അവർ കസ്റ്റമേഴ്സിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി, ദേ പ്രിയോറിറ്റൈസ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിൽക്കുന്ന, അതായത് കസ്റ്റമേഴ്സിന് ഒരുപാട് ഗുണപ്രദമാകുന്ന, അവർ എന്നും അവരുടെ ബ്രാൻഡിനെ മനസ്സിൽ എന്ന് വെച്ചാൽ, അതായത് അവർ എന്നും അവരുടെ ബ്രാൻഡിനെ മനസ്സിൽ ആരാധിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഓർ സർവീസ് മാത്രമേ ഈ ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ബിസിനസ്സിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ മാർക്ക് സക്കർബർഗ് പറഞ്ഞൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്യൂട്ടാണ്. ഐ ആം ഹിയർ ടു ബിൽഡ് സംതിങ് ഫോർ ദി ലോങ് ടേം, എനിത്തിങ് എൽസ് ഇസ് എ ഡിസ്ട്രാക്ഷൻ. അതായത് ഞാനിവിടെ എന്തെങ്കിലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ലോങ് ടേമിലായിരിക്കും. ബാക്കി അതായത് ഷോർട്ട് ടൈമിൽ എന്തെങ്കിലും ഗെയിന് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു തടസ്സമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഓക്കെ, അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും, അതായത് ഏർലി സ്റ്റേജിൽ എന്താ പറയുക, ഒരു 23-24 വയസ്സിലൊക്കെ ഇദ്ദേഹത്തിന് ബില്യണയർ ആവാൻ വേണ്ടി പറ്റിയതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അല്ലേ. 24 വയസ്സിലൊക്കെ ബില്യണയറായി, ഇപ്പം ഏകദേശം 40-43 വയസ്സ് ഇദ്ദേഹത്തിനുണ്ട്. ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് ഒരു ലൈഫ് ജീവിക്കാൻ പറ്റി ഇദ്ദേഹം ഒക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങളും ഇവരെയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ ഇവരുടെ ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്തെന്താ പറയുന്നത്, എംബ്രൈസ് ഫെയിലിയർ ആസ് പാർട്ട് ഓഫ് സക്സസ്. അതായത് തെറ്റിനെ നിങ്ങൾ എംബ്രൈസ് ചെയ്യുക, ആലിംഗനം ചെയ്യുക അല്ലേ. തെറ്റെന്ന് പറയുന്നത് അല്ലെങ്കിൽ തോൽവി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വിജയത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് കരുതുക. ഫെയിലിയർ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ
സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഓക്കെ, പെർസിസ്റ്റൻസ്, ദേ കീപ് ട്രൈയിങ് ആഫ്റ്റർ സെറ്റ് ബാക്സ്. എന്ത് തിരിച്ചടികൾ ഉണ്ടായാലും തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും ആ ഒരു പ്രോസസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു സ്വഭാവ സവിശേഷത. ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്, അനലൈസ് വാട്ട് വെന്റ് റോങ് ആൻഡ് അഡാപ്റ്റ്. ഫെയിലർ ഈസ് നോട്ട് ദ എൻഡ്, ഇറ്റ് ഈസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീവ് ജോബ്സിൻ്റെയും അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സിൻ്റെയും ഒരു ഫെയിലിയറിൻ്റെ ഒരു സ്റ്റേജാണ് നമ്മൾ പറയുന്നത്. ആ ഒരു തിരിച്ചടി വന്നതിന് ശേഷം അവർ ശക്തമായിട്ടും അവരുടെ ബിസിനസ്സിനെ വളർത്തിയിട്ട് അവർ വലിയൊരു ബില്യണറായി മാറിയൊരു സംഭവം, ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞതല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകും. അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സിൻ്റെ കേസിലും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫോക്കസ് ഓൺ ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഹെൽത്തും വെൽബീങ്ങും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് ആസ്തി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അത് ഉപയോഗിക്കാൻ വേണ്ടിയില്ല, അത് ഉപയോഗിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ആരോഗ്യം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പണമൊക്കെ വെറും ഒരു കടലാസ് കഷ്ണമായി മാറും. ഫിസിക്കൽ ഫിറ്റ്നസ്, ബില്യണിയേഴ്സ് ഓഫൺ പ്രിയോറിറ്റൈസ് ഹെൽത്ത് ഫോർ ഹൈ പ്രൊഡക്ടിവിറ്റി. അതായത് അവരുടെ എന്താ പറയുക, അവർ കൂടുതലായിട്ടും പ്രിയോറിറ്റൈസ് ചെയ്യും അവരുടെ ഹെൽത്തിന്. അവർ കൃത്യമായ രീതിയിൽ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും, അല്ലെങ്കിൽ യോഗ ചെയ്യും. അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ ആഹാരം എടുക്കും, ന്യൂട്രീഷ്യൻസും കാര്യങ്ങളൊക്കെ എടുക്കും, അല്ലേ? അവർക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ അവർ നിയോഗിച്ചിട്ടുണ്ടാകും. മെൻ്റൽ ഹെൽത്ത്, മെഡിറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. വർക്ക് ലൈഫ് ബാലൻസ്, ദേ എൻഷുവർ ടൈം ഫോർ ഫാമിലി, ഹോബീസ് ആൻഡ് റെസ്റ്റ്. അതായത് ഫാമിലി, നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ അവരുടെ ഹോബിക്കും അതും അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ കൃത്യമായിട്ടുള്ളൊരു വർക്ക് ലൈഫ് ബാലൻസ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ന്യൂട്രീഷൻ, ഈറ്റിംഗ് വെൽ ബൂസ്റ്റ് എനർജി ആൻഡ് മെൻ്റൽ ക്ലാരിറ്റി. ടേക്ക് അവേ, ഹെൽത്ത് ഈസ് വെൽത്ത്, വെൽബീങ് ഫ്യൂവൽസ് സസ്റ്റൈൻഡ് സക്സസ്. അതായത് നമ്മുടെ അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. മൈ വേസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ബീൻ ഇൻ മൈ ഹെൽത്ത്. രാകേഷ് ജുൻജുൻവാല, ഇന്ത്യയുടെ വാറൻ ബഫറ്റ് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ട്രേഡർ പ്ലസ് ഒരു ഇൻവെസ്റ്റർ ആണ് നമ്മുടെ രാകേഷ് ജുൻജുൻവാല എന്ന് പറയുന്ന അദ്ദേഹം. ഒരുപാട് ആസ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്ന ഒരു ടൈമിൽ അദ്ദേഹത്തിന് 45,000-50,000 കോടി രൂപയ്ക്ക് അടുത്ത് ആസ്തി ഉണ്ടായിരുന്നു, അല്ലേ? ഏർലി സ്റ്റേജിൽ അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ കാര്യമായ രീതിയിൽ ഇദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഒരുപാട് ആൽക്കഹോളിക് ആയിരുന്നു, അല്ലെ? ഒരുപാട് മദ്യമൊക്കെ കുടിക്കുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ഗിവിങ് ബാക്ക് ആൻഡ് ഫിലാന്ത്രപ്പി. അത് ഒരുപാട് ബില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഹ്യൂജ് ചങ്ക് ഓഫ് റവന്യൂവിൽ നിന്ന് അവർ എന്താ പറയുക, സമൂഹത്തിനെ സേവിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഇപ്പം നമ്മുടെ വിപ്രോയുടെ ചെയർമാനായ അസീം പ്രേംജി എന്നൊക്കെ പറയുന്ന ആള് ഓരോ ദിവസവും വളരെ വലിയ തുകയാണ് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ രത്തൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾ രത്തൻ ടാറ്റ, ഇപ്പം റീസെൻ്റായിട്ട് മരണപ്പെട്ടു പോയ അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അല്ലേ? പർപ്പസ് ബിയോണ്ട് പ്രോഫിറ്റ്, മെനി ബില്യണിയേഴ്സ് ഗീവ് ബാക്ക് ടു കോസസ് ദേ കെയർ അബൌട്ട്. നെക്സ്റ്റ് എന്താണ്? ലോങ് ടേം ലെഗസി, ബിൽഡിങ് എ പോസിറ്റീവ് ഇമ്പാക്ട് ബിയോണ്ട് വെൽത്ത്. അതായത് അവരുടെ ഒരു സർട്ടൻ ലെവൽ ഓഫ് അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം ഹാപ്പിനെസ് കൊടുക്കുന്നത് ഇതേപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തെന്താ? ബിൽ ഗേറ്റ്സ് ആൻഡ് വാറൻ ബഫറ്റ്സ് ഫിലാന്ത്രപ്പിക് ഇനീഷ്യേറ്റീവ്സ്. നമ്മളിപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ ബിൽ ഗേറ്റ്സ് നമ്മുടെ ഇന്ത്യയിൽ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? അദ്ദേഹം വെറുതെ ഒരു വിസിറ്റ് നടത്താൻ വേണ്ടി വന്നതല്ല. അദ്ദേഹം തീർച്ചയായിട്ടും പല ഏരിയാസിലും ഇന്ത്യയിലെ ധാരാവി പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല പുവർ ബാക്ക്വേർഡ് സെക്ഷനിൽ നിന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം ഇവിടെ വന്നത്. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഒക്കെ പറയുന്നത് വളരെ ശക്തമായിട്ട് ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ചാരിറ്റബിൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഗിവിംഗ് ആസ് എ ഗ്രോത്ത്, ഫിലാന്ത്രപ്പി ഫോസ്റ്റേഴ്സ് കണക്ഷൻ ആൻഡ് ഫുൾഫിൽമെന്റ്. ഓക്കെ, അവർക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് അതിൽ നിന്ന് കിട്ടും. സക്സസ് ഈസ് നോട്ട് ജസ്റ്റ് പേഴ്സണൽ, ഇറ്റ് ക്യാൻ പോസിറ്റീവ്ലി ഇമ്പാക്ട് അതേഴ്സ്. ഓക്കെ, നമ്മുടെ രത്തൻ ടാറ്റയുടെ ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തത്. വാട്ട് കംസ് ഫ്രം പീപ്പിൾ ഗോസ് ബാക്ക് ടു പീപ്പിൾ. അദ്ദേഹം പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നിങ്ങൾക്ക് രത്തൻ ടാറ്റയിൽ പുറമെ നിങ്ങൾക്ക് വേറെ ഒരാളെയും ഈ ലോകത്ത് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ടാറ്റ ഗ്രൂപ്പിനോളം ചാരിറ്റി കൊടുത്ത മറ്റൊരു ബിസിനസ് ഗ്രൂപ്പ് ഈ ലോകത്ത് ഇല്ല എന്ന് പറയുന്നതാണ് ഈ യാഥാർത്ഥ്യം. ഓക്കെ, ഫൈനലി നമ്മൾ കൺക്ലൂഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. കൺക്ലൂഷൻ സ്റ്റേജിൽ നമ്മൾ എന്താ പറയുന്നത്? തിങ്ക് ബിഗ് ആൻഡ് സെറ്റ് ക്ലിയർ ഗോൾസ്. അതായത് നിങ്ങൾ വളരെ വലിയ രീതിയിൽ ചിന്തിക്കുക, ഒരു വ്യക്തവും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. പ്രിയോറിറ്റൈസ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ഇൻവെസ്റ്റ് ഇൻ ലേണിംഗ്. അതായത് ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് പണത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അറിവ് നിങ്ങൾ കൂടുതലായിട്ടും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ
പഠനം അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെ. ഡെവലപ്പ് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത്. പ്രാക്ടീസ് പേഷ്യൻസ്, ഡിസിപ്ലിൻ ആൻഡ് എംപ്രൈസ് കാൽക്കുലേറ്റഡ് റിസ്ക്. ഫോക്കസ് ഓൺ ആഡിങ് വാല്യൂ ആൻഡ് ബിൽഡിംഗ് സ്ട്രോങ് നെറ്റ്വർക്ക്സ്. അതായത് മറ്റുള്ളവർക്ക് നിങ്ങൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻക്യുബേറ്റർ ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ആണ് എന്ത്, വൈ കോമ്പിനേറ്റർ എന്ന് പറയുന്നത്, അല്ലേ. വൈ കോമ്പിനേറ്റർ പറയുന്നത് എന്താണ്, സ്റ്റാർട്ടപ്പ് ഓണേഴ്സിനോട് പറയുന്നത്, യു ടോക്ക് ടു ദ പീപ്പിൾ, നിങ്ങൾ ആളുകളോട് സംസാരിക്കുക, ഓക്കെ, അവർക്ക് എന്താണ് വേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ബേസിക് തിങ് വി നീഡ് ടു കൺസിഡർ വൈൽ സ്റ്റാർട്ടിങ് എ സ്റ്റാർട്ടപ്പ്. ഓക്കെ, അടുത്ത ഫൈനലി നമ്മൾ കൺക്ലൂഷൻ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ബിക്കമിങ് വെൽത്തി ഈസ് നോട്ട് ആൻ ഓവർനൈറ്റ് പ്രോസസ് ബട്ട് എ ജേർണി ഓഫ് കൺസിസ്റ്റന്റ് ഹാബിറ്റ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഓക്കെ, ഇതൊരു ഓവർനൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, അല്ലെങ്കിൽ ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം അല്ല. ഓക്കെ, ഇത് എന്താ പറയുക, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, അല്ലെ. ടൈമും എഫേർട്ടും എടുത്താൽ മാത്രമേ നമുക്കും ഇതേപോലെ ഇവർ ബിൽഡ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ലോകത്തിലെ വലിയൊരു അത്യാവശ്യം ബിൽഡ് ചെയ്ത ഒരു നെറ്റ്വർക്ക് ഉള്ള ഒരാളൊക്കെ ആയിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും ഫോളോ ചെയ്യേണ്ടത് അനിവാര്യമാണ്. സ്റ്റാർട്ട് അപ്ലൈയിങ് ദീസ് ഹാബിറ്റ്സ് ഇൻ യുവർ ലൈഫ് ടു മൂവ് ക്ലോസർ ടു ഫിനാൻഷ്യൽ സക്സസ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ ഇൻസൈറ്റ്സ് ഓൺ വെൽത്ത് ബിൽഡിംഗ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസ് പോലെയുള്ള അല്ലെങ്കിൽ ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ അയച്ചു കൊടുക്കണം. അപ്പം ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.